നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. ഭരത സ്വദേശി പുളിക്കൻ വീട്ടിൽ രാജുവാണ് മരിച്ചത്. UDF പുതുക്കാട് നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആമ്പല്ലൂരിൽ നടത്തി. LDF പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പുതുക്കാട് ചേർന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആദ്യമായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള വെറ്ററിനറി ലബോറട്ടറി ആളൂരിൽ പ്രവർത്തനം തുടങ്ങി. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. വരന്തരപ്പള്ളി ഐക്കരക്കുന്നിൽ ഏതാനും വീട്ടുകാർക്ക് റോഡ് പണിയെ തുടർന്ന് കുടിവെള്ളം മുടങ്ങിയതായി പരാതി. വാർത്തകൾ വിശദമായി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. കല്ലൂർ ഭരത സ്വദേശി പുളിക്കൽ വീട്ടിൽ രാജുവാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. ഡിസംബർ 23-ന് ആലങ്ങാട് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30-ന് കുരിയച്ചിറ ശാന്തി മന്ദിരം ശ്മശാനത്തിൽ. ദിവ്യയാണ് ഭാര്യ. മക്കൾ നിവേദ്യ, നിരഞ്ജന, നിരഞ്ജൻ. UDF പുതുക്കാട് നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആമ്പല്ലൂരിൽ നടത്തി. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം ചെയർമാൻ KL ജോസ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി K മുരളീധരൻ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KR ഗിരിജൻ, MK പോൾസൺ, മുൻ MLA MP പോളി, സുനിൽ അന്തിക്കാട്, C അബ്ദുട്ടി ഹാജി, KC കാർത്തികേയൻ, MP ജോബി, DCC ഭാരവാഹികളായ ജോസഫ് ടാജറ്റ്, K ഗോപാലകൃഷ്ണൻ, കല്ലൂർ ബാബു, സെബി കുടിയൻ, TM ചന്ദ്രൻ, സോമൻ മുത്രത്തിക്കര, അലക്സ് ചുക്കിരി, സുധൻ കാരയിൽ, KM ബാബുരാജ്, പ്രിൻസൺ തയ്യാലയ്ക്കൽ, സുന്ദരി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. കൃഷിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത കർഷകരെ വെടിവെച്ചുകൊണ്ടേ ഇന്ത്യയുടെ പ്രസ്ഥാനം സമരം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടോ? അങ്ങനെ ജനങ്ങളെ ദുരിതത്തിലാക്കുമ്പോൾ സമരങ്ങൾക്ക് വേണ്ടി മാത്രം അനാദിക്ക് വേണ്ടി അമ്പാനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി അതാണ്. LDF പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പുതുക്കാട് ചേർന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. KK രാമേന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മന്ത്രി K രാജൻ, KP രാജേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഫ്രെഡി K താഴത്ത്, AV വല്ലഭൻ, രാഘവൻ മുളങ്ങാടൻ, ജോർജ് താഴേക്കാടൻ, മോളി ജോൺസൺ, PK ശേഖരൻ എന്നിവർ പ്രസംഗിച്ചു. KK രാമചന്ദ്രൻ, പ്രിയ നന്ദനൻ, TA രാമകൃഷ്ണൻ, VS പ്രിൻസ് എന്നിവർ രക്ഷാധികാരികളായും സെക്രട്ടറിയായി PK ശേഖരനെയും പ്രസിഡന്റായി PK ശിവരാമൻ, ട്രഷററായി CU പ്രിയൻ എന്നിവർ ഭാരവാഹികളായി 1501 അംഗ ജനറൽ കമ്മിറ്റിയും 301 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു. യാഥാർത്ഥ്യമാകാനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ത്യയില്ല എന്ന് വിലയിരുത്തുന്നു. കേരളത്തിൽ വന്ന ഒരു കേന്ദ്രമന്ത്രി അദ്ദേഹം 370 സീറ്റ് ഞങ്ങൾക്ക് ലഭിക്കും. അത് 10 സീറ്റ് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ തന്നെ ഏറെക്കുറെ നമുക്ക് മനസ്സിലായി 370 കണക്ക് എങ്ങനെയാണ്. തെരഞ്ഞെടുപ്പിലൂടെ എന്തായാലും കേരളത്തിൽ ജയിച്ച് 10 സീറ്റ് ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കില്ല. ഇന്ന് പത്രത്തിൽ നമ്മളെല്ലാം വായിച്ചത് വാർത്ത നമ്മുടെ രാജ്യത്തിന്റെ പൗരത്വം നിർണ്ണയിക്കുന്നതിൽ മതം മാനദണ്ഡമാക്കുന്ന ഒരു നിയമം വന്നിരിക്കുക എന്നതാണ്. അതോടൊപ്പം ഒരു വാർത്തയുണ്ട്. ഈ BJP ഗവൺമെന്റിന് കോർപ്പറേറ്റുകൾ കൈക്കൂലി കൊടുക്കുന്നത് ഇലക്ട്രൽ ബോർഡ് എന്ന പേരിലാണ്. അത് നിയമമുണ്ടായി സുപ്രീം കോടതി കഴുത്തിൽ പിടിച്ച് അതിന് കണക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുക. അപ്പൊ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യ ഭരിക്കുന്നത് RSSഉം കോർപ്പറേറ്റ് ചെറുതാണ്.
കേരളത്തിലാദ്യമായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള വെറ്ററിനറി ലബോറട്ടറി ആളൂരിൽ പ്രവർത്തനം തുടങ്ങി. ക്ഷീര കർഷകർക്ക് ഏറെ ആശ്വാസമാകുന്ന ലബോറട്ടറിയുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. കേരളത്തിൽ ആദ്യമായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി ലബോറട്ടറി ആളൂരിൽ പ്രവർത്തനം തുടങ്ങി. ക്ഷീരകർഷകർക്ക് ഏറെ ആശ്വാസമാകുന്ന ലബോറട്ടറിയുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. ചടങ്ങിൽ ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ മുഖ്യാതിഥിയായി. ലാബിലേക്ക് ആവശ്യ സാധനങ്ങൾ നൽകിയ തോംസൺ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ PT ഡേവിസിനെ ചടങ്ങിൽ ആദരിച്ചു. വെറ്റിനറി സർജൻ KJ ജോൺ, വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ദിബിൻ പാപ്പച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു ഷാജു, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷൈനി തിലകൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ MS വിനയൻ, വാർഡംഗം AC ജോൺസൺ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഫ്രാൻസിസ് ബാസ്റ്റ്യൻ എന്നിവർ സന്നിഹിതരായിരുന്നു. 4 ദിവസം പ്രായമുള്ള പശുക്കുട്ടി പാൽ ചുരത്തുന്നു. പുത്തൂർ പഞ്ചായത്തിലെ മാന്നാമംഗലത്താണ് പാൽ ചുരത്തുന്ന പൈക്കിടാവ് പിറന്നത്. ജനിച്ച് 4 ദിവസം പ്രായമുള്ള പശുക്കുട്ടി പാൽ ചുരത്തുന്നു. പുത്തൂർ പഞ്ചായത്തിലെ മാന്നാമംഗലത്താണ് പാൽ ചുരത്തുന്ന പൈക്കിടാവ് പിറന്നത്. മാന്നാമംഗലം സ്വദേശി തോട്ടാമറ്റത്തിൽ സ്കറിയയുടെ വീട്ടിലെ പശുവിനാണ് പാൽ ചുരത്തുന്ന പശുക്കിടാവ് പിറന്നത്. 4 ദിവസം മുൻപാണ് പശുക്കുട്ടി ജനിച്ചത്. അന്നു മുതൽ പശുക്കുട്ടിയുടെ അകിടിന് സാധാരണയിൽ കൂടുതൽ വലിപ്പം കണ്ടിരുന്നു. എന്നാൽ വീട്ടുകാർ അത് കാര്യമായി ഗൗനിച്ചില്ല. കഴിഞ്ഞ ദിവസം അകിട് കൂടുതൽ വീർത്തതോടെ നീർക്കെട്ടാകും എന്ന വിലയിരുത്തലിൽ മാന്നാമംഗലം മൃഗാശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് പശുക്കുട്ടിയുടെ അകിടിൽ പാൽ നിറഞ്ഞു കിടക്കുന്നത് കണ്ടെത്തിയത്. തുടർന്ന് പാൽ കറന്നെടുക്കുകയും ചെയ്തു. ജനിച്ച് 4 ദിവസം മാത്രം പ്രായമുള്ള പശുക്കുട്ടിക്ക് പാലുള്ളതായി കണ്ടെത്തുന്നത് തൻ്റെ സർവീസിലെ തന്നെ ആദ്യ സംഭവമാണെന്നും ഹോർമോണിൽ വന്ന വ്യതിയാനമാകാം ഇത്തരം സംഭവത്തിന് പിന്നിലെന്നും മൃഗഡോക്ടർ മനോജ് പറഞ്ഞു. വർഷങ്ങളായി പശു വളർത്തൽ നടത്തുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു അനുഭവം ആദ്യമാണെന്നും ക്ഷീരകർഷകനായ സ്കറിയയും പറയുന്നു. ഈ പശുക്കുട്ടി പ്രസവിച്ചൊരു 3 ദിവസം കഴിഞ്ഞപ്പം മടി നീർക്കെട്ട് കണ്ടു. അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു. അന്ന് ഞായറാഴ്ച ഡോക്ടർ ലീവായിരുന്നു. ഇന്നലെ ഡോക്ടർ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇവിടെ കൊണ്ടുവന്നു. ഡോക്ടറൊക്കെ അത് പിടിച്ച് നോക്കിയിട്ട് കറന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പാലാന്ന് പറഞ്ഞു. അങ്ങനെ അവർ പാല് കറന്നു. ഒരു കഷ്ടി 1 ലിറ്റർ പാലുകളും അവർ കറന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് ഒരു 3 ഇഞ്ചക്ഷൻ ഇന്നലെ കൊടുത്തു. ഇന്ന് വന്നു ഒരു 3 ഇഞ്ചക്ഷൻ കൊടുത്തു. ഇനി വേറൊരു ഗുളിക എഴുത്തുണ്ട്. അതുകൂടെ പാല് നിൽക്കാനായിട്ടല്ല, ഈ പാല് നിൽക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ നല്ല സൈസ് പശുക്കുട്ടി ആയ കാരണം അങ്ങനെ നിർത്തിക്കൊണ്ട് നിൽക്കണു. വീട്ടിലെ 4 വയസ്സ് പ്രായം വരുന്ന വളർത്തു പശുവിൻ്റെ ആദ്യ പ്രസവം കൂടിയാണിത്. പശുക്കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇപ്പോൾ ഹോർമോൺ ശരിയാകുന്നതിനുള്ള മരുന്നുകളും മറ്റും ചെയ്യുന്നുണ്ട്. ഒറ്റ പ്രസവത്തിൽ അമ്മയും കുഞ്ഞും ഒരുപോലെ പാൽ ചുരത്തുന്ന കാര്യം നാട്ടിലറിഞ്ഞതോടെ പശുക്കുട്ടിയെ കാണുവാനും നിരവധി പേരാണ് എത്തുന്നത്. കാണുന്നവർക്കും ഒരു അത്ഭുതമായി മാറുകയാണ് മാന്നാമംഗലത്തെ ഈ പാൽ ചുരത്തും പൈക്കിടാവ്. NCTV പുതുക്കാട്. വരന്തരപ്പള്ളി തെക്കുമുറി ഐക്കരക്കുന്നിൽ ഏതാനും വീട്ടുകാർക്ക് റോഡ് പണിയെ തുടർന്ന് കുടിവെള്ളം മുടങ്ങിയതായി പരാതി. 3 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള രാമചന്ദ്രൻ മാസ്റ്റർ റോഡ് PMGSY പദ്ധതി പ്രകാരം ടാറിംഗ് നടത്തുന്ന ജോലികൾക്കിടയ്ക്കാണ് കുടിവെള്ള വിതരണ പൈപ്പുകൾക്ക് തകരാറുകൾ സംഭവിച്ച പരിസരത്തെ 7 വീടുകൾക്ക് ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടത്. പൊട്ടിയ പൈപ്പുകൾ പുനഃസ്ഥാപിച്ച് കുടിവെള്ള വിതരണം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാട്ടർ അതോറിറ്റി അധികൃതർ സ്ഥലം സന്ദർശിച്ച് 2 ദിവസത്തിനകം പരിഹരിക്കാമെന്ന് വാക്കു നൽകിയിരുന്നുവെന്നും എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ഞങ്ങൾക്ക് 2 ആഴ്ചയായിട്ട് തീരെ വെള്ളം കിട്ടാറില്ല. എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ മെറ്റലിട്ട് വഴിയിൽ ചെളി അടിച്ച് റോളർ ഉപയോഗിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് വെള്ളം തീരെ കിട്ടാതായത്. ആ റോഡിലെ പൈപ്പ് സെൻറ്ററിലാണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് റോളർ ഓടിപ്പോൾ അത് ഞെങ്ങിപ്പോയതാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് പിന്നെ ഒരു തുള്ളിയോളം ഞങ്ങൾക്ക് കിട്ടാറില്ല. ഇതിനെ പറ്റി വാട്ടർ അതോറിറ്റി AEനെയും AXനെയും ഓവർസറേയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ രേഖാമൂലം അവിടെ ഓഫീസിൽ പോയി ഞാൻ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കിണറില്ലാത്ത ഏരിയയാണിത്. കുറച്ച് പേർക്കൊന്നും കിണറില്ല. അപ്പോൾ നമുക്ക് വെള്ളം ഈ പൈപ്പ് വെള്ളത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ റോഡ് പണി തുടങ്ങിയതിന് ശേഷം പൈപ്പ് ഡിസ്കണക്റ്റ് ആയി. അതിനുശേഷം കുറച്ച് നാൾക്ക് ഞങ്ങൾ ഇതുപോലെ തന്നെ പറഞ്ഞ് ഓരോരുത്തരോട് പറഞ്ഞ് തന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് കണക്ഷൻ തന്നു. എന്നാലും ശരിയായ രീതിയിലൊന്നും ആർക്കും വെള്ളം കിട്ടുന്നുണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മെറ്റലിട്ട് ഇത് ചളിയൊക്കെ അടിച്ച് റോഡിൻ്റെ പണി തുടങ്ങിയപ്പോൾ
എവിടെയോ ബ്ലോക്കായി എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വീണ്ടും വെള്ളം കട്ടായേക്കാണ്. അതുകൊണ്ട് ഈ കിണറില്ലാത്ത ആൾക്കാർക്കും ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പ്രദേശത്തെ 4 വീട്ടുകാർ സ്വന്തമായി കിണറില്ലാത്തവരാണ്. 2 ആഴ്ചയോളമായി അവർ മറ്റു വീടുകളിൽ നിന്നും വെള്ളം ചുമന്നുകൊണ്ടുവരേണ്ട അവസ്ഥയിലാണ്. എത്രയും വേഗം കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ച് നാട്ടുകാരുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി KSSPU പറപ്പൂക്കര യൂണിറ്റ് പതാക ദിനാചരണം സംഘടിപ്പിച്ചു. നന്ദിക്കര ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് PK ചന്ദ്രൻ പതാക ഉയർത്തി. സെക്രട്ടറി ഹരിദാസ്, ട്രഷറർ സത്യൻ, കൈലാസനാഥൻ, മോഹൻ താഴത്ത്, മോഹനൻ, ഗീത, വിമല ചില്ലായിൽ, വിമല നന്ദനൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മാർച്ച് 19, 20 തീയതികളിലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. പ്രവാസി കോൺഗ്രസിന്റെ ജില്ലയുടെ അമരക്കാരനായി സ്ഥാനമേറ്റ ബിജു അമ്പഴക്കാടിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് നന്ദിപുലം സെന്ററിൽ നടക്കുന്ന സ്വീകരണ യോഗം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ അധ്യക്ഷനാകും. കോൺഗ്രസ് അളഗപ്പനഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി പൊന്നാടയണിയിക്കും. പറപ്പൂക്കര തൃക്കണാപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രദക്ഷിണ വഴിയും തിരുമുറ്റവും കല്ലുവിരിക്കുന്നതിന് തുടക്കം കുറിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, MB മുരളീധരൻ, പ്രേമരാജ് ചുണ്ടലാത്ത്, കമ്മീഷണർ C അനിൽകുമാർ, സെക്രട്ടറി P ബിന്ദു, അസിസ്റ്റന്റ് കമ്മീഷണർ AR മിനി, ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, M ശ്രീകുമാർ, M ശ്രീനിവാസൻ, സതീഷ് വാര്യർ എന്നിവർ സന്നിഹിതരായി. 4 ലക്ഷം രൂപ ചെലവിൽ ക്ഷേത്രം ഊരാളൻ ചങ്ങരം കോതനാരായണൻ കർത്തായാണ് ഇത് വഴിപാടായി സമർപ്പിക്കുന്നത്. നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 2023-24 വർഷത്തെ സുഗതകുമാരി പുരസ്കാരത്തിന് വനംവകുപ്പിലെ സ്നേക് റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലം അർഹനായി. പരിസ്ഥിതി പ്രവർത്തനം സംബന്ധിച്ച പ്രവർത്തനങ്ങളാണ് അവാർഡിന് അർഹനാക്കിയത്. മാർച്ച് 27 തീയതി 2 മണിക്ക് തിരുവനന്തപുരം ഹസൻ മരക്കാർ ഹാളിൽ വെച്ച് നടത്തുന്ന ട്രസ്റ്റിന്റെ വാർഷികാഘോഷ ചടങ്ങിൽ വെച്ച് പുരസ്കാരം സമർപ്പിക്കും. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആനപ്പാന്തം ആദിവാസി കോളനിയിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അരുൺകുമാറിന്റെ മാതാവ് പുഷ്പയുടെ ചികിത്സ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത് നടത്തണമെന്ന് ആദിവാസി ക്ഷേമസമിതി ജില്ലാ സെക്രട്ടറി UT തിലകമണി ആവശ്യപ്പെട്ടു. എഗ്മോറിൽ നടന്ന വെസ്റ്റേൺ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൽ കൊടകര തപോവനം അശ്വിനി ദേവ് തന്ത്രിയെ ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. സ്പിരിച്വൽ മേഖലയിൽ 6 രാജ്യങ്ങളിൽ നിന്നും നേടിയ വേൾഡ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, വിയറ്റ്നാം ബുക്ക് ഓഫ് റെക്കോർഡ്, നേപ്പാൾ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്തോനേഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് തുടങ്ങിയ ബഹുമതികൾ നേടിയതിലും ആധ്യാത്മിക സാമൂഹിക മേഖലയിലെ സംഭാവനകളെ ആസ്പദമാക്കിയും സംസ്കൃത പ്രബന്ധാവതരണത്തിനെ വിലയിരുത്തിക്കൊണ്ടുമാണ് ഡോക്ടറേറ്റ് നൽകിയത്. നാമക്കൽ ജഡ്ജി വിദ്യയാൽ കുക്കാൻ, DIG ദുരൈരാജ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് മലൈചാമി, ഇന്ത്യൻ ഫിലിം ആക്ടർ അരുൾ മണി, ഫിലിം ഡയറക്ടർ V ശേഖർ എന്നിവർ സന്നിഹിതരായി. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും, പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി വരെയും, കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ കൊടും ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കേരളത്തിൽ നടത്താൻ പോകുന്ന പ്രഥമ നഴ്സിംഗ് പ്രവേശന പരീക്ഷയെ സംബന്ധിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം ഉണ്ടാക്കുന്നതിന് സ്കിൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യ പരിശീലനവും മാർഗനിർദ്ദേശവും നൽകുന്നു. താൽപര്യമുള്ളവർ 8971118967 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കുക. അവസാന തീയതി മാർച്ച് 30 ഓൺലൈനായും നേരിട്ടും മാർഗനിർദ്ദേശക ക്യാമ്പ് സംഘടിപ്പിക്കും. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6075 രൂപയും പവന് 48,600 രൂപയും രേഖപ്പെടുത്തി. എറവക്കാട് തേറാട്ടിൽ കൗസല്യ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ വേലായുധനാണ് ഭർത്താവ്. ശകുന്തള മകളും വിജയൻ മരുമകനുമാണ്.
എറവക്കാട് മച്ചിങ്ങൽ പരേതരായ രാമകൃഷ്ണന്റെയും കമലാക്ഷിയുടെയും മകൾ ലത അന്തരിച്ചു. 50 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. നിർമ്മല, സദാനന്ദൻ, ശോഭന, കോമള, ശ്യാമള, ശകുന്തള, പരിമള, ബാബു, പരേതനായ ശ്രീനിവാസൻ എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. ഭരത സ്വദേശി പുളിക്കൻ വീട്ടിൽ രാജുവാണ് മരിച്ചത്. UDF പുതുക്കാട് നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആമ്പല്ലൂരിൽ നടത്തി. LDF പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പുതുക്കാട് ചേർന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആദ്യമായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള വെറ്ററിനറി ലബോറട്ടറി ആളൂരിൽ പ്രവർത്തനം തുടങ്ങി. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. വരന്തരപ്പള്ളി ഐക്കരക്കുന്നിൽ ഏതാനും വീട്ടുകാർക്ക് റോഡ് പണിയെ തുടർന്ന് കുടിവെള്ളം മുടങ്ങിയതായി പരാതി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.